ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ CCNA സിലബസിലോട്ട് നമ്മൾ കടക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മുടെ CCNA സിലബസിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ CCNA സിലബസിൻ്റെ കുറച്ച് സിലബസിൻ്റേതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ CCNA ഫസ്റ്റ് ചാപ്റ്ററായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഡിവൈസസ് എന്നുള്ളതാണ്. നെറ്റ്വർക്ക് ഡിവൈസസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് എന്താണെന്ന് നമുക്കറിയായിരുന്നു, PC-കൾ എന്താണെന്ന് അറിയായിരുന്നു, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിൾ, കണക്ടർ, അത്തരം സാധനങ്ങൾ നിങ്ങൾക്കറിയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് കുറച്ചും കൂടെ നമ്മുടെ സിലബസിന് ആവശ്യമായിട്ടുള്ള, സിസ്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനിയിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് നെറ്റ്വർക്ക് ഡിവൈസുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, രണ്ടോ രണ്ടിലധികമോ സിസ്റ്റങ്ങൾ തമ്മിൽ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്? ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും റിസോഴ്സുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഞാനിതിൻ്റെ തുടക്ക ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, ഏതൊക്കെ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഓരോ ഡിവൈസിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസുകൾ, അതിൽ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഫസ്റ്റ് ഡിവൈസായിട്ട് നമുക്ക് നോക്കാനുള്ള ഡിവൈസുകൾ, ഒന്ന് ക്ലൈൻറ്റ് എന്ന് പറയുന്നതാണ്. എന്താണ് ക്ലൈൻറ്റ്? രണ്ടാമത്തത് സർവർ. മൂന്നാമതായിട്ട് സ്വിച്ച് എന്താണ് എന്നുള്ളത്. സ്വിച്ചിനെ കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നുള്ളത് റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് എന്താണ്, റൂട്ടർ. പിന്നെ ഫയർവാൾ എന്താണ്. ഈ ഇത്രയും സാധനങ്ങളെക്കുറിച്ച്, ഈ ഒരു 5 ഡിവൈസുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലാദ്യം ക്ലൈൻറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ക്ലൈൻറ്റ് ഈ ഒരു വാക്ക് നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലൈൻ്റ് ആണ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഒരു ബിസിനസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ അയാൾ എൻ്റെ ക്ലൈൻ്റ് ആണ് എന്ന് പറയും. അപ്പോൾ എന്താണ് ക്ലൈൻറ്റ് എന്ന്, നെറ്റ്വർക്കിൽ എവിടെയാണ് ക്ലൈൻറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇരിക്കുന്നത്, എന്താണ് ക്ലൈൻറ്റ് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു PC, ഇതൊരു PC ആണ്, വേറൊരു PC, 2 PC-കൾ തമ്മിൽ കണക്ട് ചെയ്തു, കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഇത് PC1 എന്ന് പേര് കൊടുത്തു, ഇതിനെ PC1 എന്ന് പേര് കൊടുത്തു, ഇതിന് നമുക്ക് PC2 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ PC1ഉം PC2ഉം 2 സിസ്റ്റങ്ങൾ നമ്മൾ പരസ്പരം കണക്ട് ചെയ്തു. ഇപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കേബിളൊക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു ഫയൽ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ഫയൽ, ഇതിവിടെ ഒരു ഫയലുണ്ട്, ആ ഫയലിൻ്റെ പേരിപ്പോൾ SSD എന്നാണ് ഫയലിൻ്റെ പേര്. ഇപ്പോൾ ഇതിനകത്ത് കുറേ ഡാറ്റകളൊക്കെ അടങ്ങിയൊരു ഫയലാണ്. ആ ഫയൽ നമ്മൾ ഷെയർ ചെയ്ത് ഇവർക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഫയൽ ആര് സ്വീകരിക്കും? ഇവർ സ്വീകരിക്കും. അതിന് IP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പ്രാക്ടിക്കലിൽ നോക്കാം. IP ഒക്കെ കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇതിന് 10.0.0.1 കൊടുത്തു. ഇതിനപ്പോൾ 10-ൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലേ. ഇങ്ങനെ കൊടുത്തു, ഇതിൽ നിന്നുള്ളൊരു ഫയൽ ഇവർക്ക് കിട്ടി. അപ്പോൾ ക്ലൈൻറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സിസ്റ്റങ്ങളെ, ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഒരു 50 സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ 50 സിസ്റ്റങ്ങളെ, അല്ലെങ്കിൽ അതിനെ നോഡുകൾ എന്നും വിളിക്കും കേട്ടോ. നോഡ്, നമ്മൾ പല സ്ഥലങ്ങളിലും ഇനി നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് പോലുള്ള വാക്കുകളായിരിക്കും. നോഡാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒരു 10 നോഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ 10 സിസ്റ്റങ്ങളെയാണ് 10 നോഡുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ
നമുക്ക് 2 നോഡുകൾ തമ്മിൽ പരസ്പരം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡാറ്റ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സിസ്റ്റങ്ങളെ നമുക്ക് നോഡുകൾ അല്ലെങ്കിൽ ഹോസ്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റുകൾ എന്ന് വിളിക്കാം. ക്ലയൻറ്റ്. ഈ ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ സാധാരണ പറയാറുള്ളത് സർവറിൽ നിന്ന് ഡാറ്റകൾ സ്വീകരിക്കുന്ന സിസ്റ്റങ്ങളെയാണ് ക്ലയൻറ്റ് എന്ന് വിളിക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ക്ലയൻറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സർവറിൽ നിന്ന് ഡാറ്റകൾ സ്വീകരിക്കുന്ന സിസ്റ്റങ്ങളെ ക്ലയൻറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഡിവൈസുകളെ ക്ലയൻറ്റ് എന്ന് വിളിക്കുമെന്ന് പറയും. അപ്പം നമ്മുടെ നെറ്റ്വർക്കിലിരിക്കുന്ന പി സികളെല്ലാം ഓരോ സർവീസുകൾ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഫയലുകളും ഇവിടുന്ന് കിട്ടുന്ന ഫയലുകളൊക്കെ ശേഖരിക്കാനുള്ള സിസ്റ്റങ്ങളായതുകൊണ്ട് നമുക്കതിനെ ക്ലയൻറ്റുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ക്ലയൻറ്റുകൾ സർവറിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിസ്റ്റങ്ങൾ എന്ത് വിളിക്കുക? സ്വീകരിക്കുന്നത് ആരാണ്? ക്ലയൻ്റാണ്. അപ്പോൾ സർവർ എന്ത് തരുന്നോ അത് സ്വീകരിക്കുന്നത് ക്ലയൻ്റാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വാക്കുകൂടി കിട്ടി, സർവർ എന്നുള്ളത്. സർവർ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലയൻ്റാണെന്ന് വിളിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നമ്മളിപ്പോൾ 2 ക്ലയൻറ്റുകളെ അല്ലെങ്കിൽ 2 പി സികളെ കണക്ട് ചെയ്തില്ലേ? ഇപ്പോൾ ഇവരൊരു ഫയല് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ സത്യത്തിൽ ഇവരല്ലേ ആ ഫയൽ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഇവരല്ലേ? ഇവരല്ലേ റിസീവ് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്ന ഇവരാണ്. അപ്പോൾ സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഈ സെൻഡ് ചെയ്യുന്ന പി സി നമുക്കിവിടെ സർവറായിട്ട് കൂട്ടാം. റിസീവ് ചെയ്യുന്ന ആളെ നമുക്ക് എന്താക്കി കൂട്ടാം? ക്ലയൻ്റാക്കി കൂട്ടാം. അപ്പോൾ സെൻഡും റിസീവും, ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് സർവർ, റിസീവ് ചെയ്യുന്ന സിസ്റ്റമാണ് ക്ലയൻറ്റ്. ഒരു നെറ്റ്വർക്കിൽ ഫയൽ അയക്കുന്ന സിസ്റ്റത്തെ സർവർ എന്നും അത് സ്വീകരിക്കുന്ന സിസ്റ്റത്തെ എന്ത് വിളിക്കാം? ക്ലയൻറ്റ് എന്നും നമുക്ക് കൂട്ടാം. അപ്പോൾ സർവറും ഉണ്ട്, ക്ലയൻറ്റും ഉണ്ട്. ഇനിയിപ്പോൾ സർവറും ക്ലയൻറ്റിനും ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സർവറും ക്ലയൻറ്റിനും വേറൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ, ഇപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഫോൺ, ഇത് നമ്മുടെ മൊബൈൽ ഫോണ് നമ്മളിപ്പോൾ ഈ മൊബൈൽ ഫോണിൽ യൂട്യൂബ് തുറന്നു. അപ്പോൾ യൂട്യൂബിനൊരു സർവർ ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നത് യൂട്യൂബിൻ്റെ സർവറിൽ നിന്നാണ്. സർവർ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ സർവറാണ്. അപ്പോൾ ഈ സർവർ എവിടെയാണ്? ഉദാഹരണമായിട്ട് ഞാൻ US-ലാണ് യൂട്യൂബിൻ്റെ സർവർ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവും അല്ലേ? ഇൻ്റർനെറ്റില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇൻ്റർനെറ്റ് സ്വാഭാവികമായിട്ട് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഇതെൻ്റെ മൊബൈൽ ഫോണല്ലേ? ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. ഞാൻ മുകളിലൊരു പേരടിച്ചു. ഇപ്പോൾ ന്യൂ മലയാളം മൂവീസ് എന്നടിച്ചു. ന്യൂ മലയാളം മൂവീസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് നേരെ ഇൻ്റർനെറ്റ് വഴി യൂട്യൂബിൻ്റെ സർവറിലോട്ട് പോകും. യൂട്യൂബിൻ്റെ സർവറിൽ നിന്ന് റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് നേരെ എങ്ങോട്ട് വരുന്നു? എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. ഇവിടെ ശരിക്കും എൻ്റെ മൊബൈൽ ഒരു ക്ലയൻ്റ് ആയിട്ടും യൂട്യൂബ് ഒരു സർവറുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ത് കാര്യം അങ്ങനെ? ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു അല്ലേ? ഇതിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻ്റർനെറ്റ് ഇൻസ്റ്റാഗ്രാമിന് സർവർ ഉണ്ടാവും. ഇതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സർവർ. ഇൻസ്റ്റാഗ്രാം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടൊക്കെ എടുക്കുമ്പോൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൻ്റെ സർവറിലാണ് സേവ് ആവുക. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഞാൻ അതിൽ റീലിങ്ങനെ കാണുവാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസും കാര്യങ്ങളും ഞാൻ കാണുന്നതൊക്കെ എവിടുന്ന ലോഡാവുന്നത്? ഇൻസ്റ്റാഗ്രാമിൻ്റെ സർവറിൽ നിന്നാണ്. സർവർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്നാണ്. അപ്പോൾ എന്താണ് സർവർ, എന്താണ് ക്ലയൻറ്റ്? സർവറിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ സ്വീകരിക്കുന്ന സിസ്റ്റത്തെ ക്ലയൻറ്റ് എന്ന് വിളിക്കാം. ക്ലയൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തെ എന്ത് വിളിക്കാം? സർവർ എന്നും വിളിക്കാം. അപ്പോൾ സർവറും ക്ലയൻറ്റും. ഇപ്പോൾ ഇതിലും നല്ലൊരു ഉദാഹരണം, വേറൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ക്ലയൻറ്റ് എന്താണ്, സർവർ എന്താണ് എന്നുള്ളതിന്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് ഒരു സിനിമ സെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈൽ ഫോണും എൻ്റെ മൊബൈൽ ഫോണും, ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈൽ ഫോണാണ്. ഇതൊന്നൊരു ഫയൽ സെൻഡ് ചെയ്യണം. എൻ്റെ ഒരു ഫയൽ പിന്നെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം എക്സെൻഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എനി ഷെയറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ആദ്യം ഇത് കണക്ട് ചെയ്യും. നെറ്റ്വർക്ക് ഉണ്ടാക്കും ഞങ്ങളവിടെ. എൻ്റെ ആ സിനിമ ഞാൻ ആപ്ലിക്കേഷൻ വഴി സെൻഡ് ചെയ്യുന്നു, ഇവനവിടെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ഫോൺ എന്താണ്? എൻ്റെ ഫോണൊരു സർവറാണ്. ഇവൻ്റെ ഫോൺ എന്താണ്? കൂട്ടുകാരൻ്റെ ഫോൺ എന്താണ്? ക്ലയൻ്റാണ്.
അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ എന്തുണ്ടാകും? ക്ലയൻറ്റുകളും ഉണ്ടാകും, സർവറുകളും ഉണ്ടാകും. ഇപ്പോൾ സർവർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് സർവർ വരുന്നതെന്ന് ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ സർവർ വരുന്നത്, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഒരു 10 സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ 4 ഇത് സ്വാഭാവികമായിട്ട് ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ ഒരു സർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഇത് സർവർ, കമ്പ്യൂട്ടർ തന്നെയാണ് സർവർ. ഈ സിസ്റ്റങ്ങളെക്കാട്ടി കോൺഫിഗറേഷൻ കൂടുതലുള്ള കമ്പ്യൂട്ടറാണ് സർവർ. അപ്പോൾ ഈ സർവറിൽ നിന്നാണ് ഈ സിസ്റ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫയലുകളും കിട്ടുന്നത്. എന്ത് ഫയലുണ്ടെങ്കിലും അത് സർവറിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി സർവറിൽ നിന്ന് വേണം ആക്സസ് ചെയ്യാൻ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി സർവറിൽ നിന്ന് വേണം എടുക്കാൻ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി സർവർ വേണം എടുക്കാൻ, ഇതും ഇങ്ങനെ പോയി സർവറിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ ഈ ക്ലയൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ കൊടുക്കുന്നത് ആരാണ്? സർവറാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ഇവിടെ ഒരു സർവർ ഉണ്ടാകും, ഇതെല്ലാം എന്താണ്? ക്ലയൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു സർവർ എന്താണ്, ക്ലയൻറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സർവർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ തന്നെയാണ് കേട്ടോ, പക്ഷേ അതിന് കുറച്ച് കോൺഫിഗറേഷനിലും വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, മറ്റ് ക്ലയൻറ്റുകളെ അപേക്ഷിച്ചിട്ട് അതിലെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സർവർ എന്ന് വിളിക്കുക. CCNയിൽ സർവറിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, സർവർ ഉണ്ട് എന്നാണ് പഠിക്കുന്നത്. സർവറിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകളൊക്കെ ക്ലയൻറ്റുകൾക്ക് കിട്ടുന്നുണ്ടല്ലോ, നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ നോക്കുന്നുള്ളൂ. സർവറിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് സർവർ ഉള്ളത്, ഞാൻ ജസ്റ്റ് അത് പറയാം. ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ഉണ്ടാവും, മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ഉണ്ടാവും കമ്പനികളിൽ, അല്ലെങ്കിൽ ലിനക്സിൻ്റെ സർവർ ഉണ്ടാവുക. ഈ 2 സർവറിനെ കുറിച്ചുള്ള പഠനം, ഇതിപ്പോൾ മൈക്രോസോഫ്റ്റിനെ കുറിച്ച് പണ്ട് നമ്മൾ സർവറിനെ കുറിച്ച് പഠിച്ചിരുന്ന കോഴ്സായിരുന്നു MCSE അല്ലെങ്കിൽ MCSA. ലിനക്സിൻ്റെ ആണെങ്കിൽ RHCE എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇത് സർവറിനെ കുറിച്ച് മാത്രമാണ്. ഈ സർവർ എന്ന് പറയുന്ന സിസ്റ്റത്തെ എന്താണ് സർവർ, ക്ലയൻറ്റുകൾക്കൊക്കെ എങ്ങനെയാണ് സർവറിൽ നിന്ന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. CCNയിൽ എന്താ ചെയ്യുന്നത്? സർവറും ക്ലയൻറ്റും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സർവർ ക്ലയൻറ്റ് നെറ്റ്വർക്കിന്, ഇപ്പോൾ നമ്മുടെ ബാങ്കൊക്കെ അല്ലേ, നമ്മുടെ ബാങ്കിലൊക്കെ സർവർ ക്ലയൻറ്റ് നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് SBI, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എടുത്തു നോക്കാം. എന്തായാലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഇതാണ് എൻ്റെ നാട്ടിലെ ബ്രാഞ്ച്, എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതാണ് എൻ്റെ നാട്ടിലെ, കോഴിക്കോടാണ് എൻ്റെ നാടെന്ന് വിചാരിക്കുക. കോഴിക്കോടുള്ള എൻ്റെ നാട്ടിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കോഴിക്കോട് എൻ്റെ നാട് പേരാമ്പ്രയാണെങ്കിൽ, പേരാമ്പ്ര ഉള്ള എൻ്റെ ബ്രാഞ്ചാണിത്. ബ്രാഞ്ചിൽ സിസ്റ്റങ്ങളുണ്ടാവും. ഇത് ബ്രാഞ്ചിലെ സിസ്റ്റങ്ങൾ. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൃശ്ശൂരാണ് ഇവരുടെ ഓഫീസുള്ളത്. തൃശ്ശൂർ, ഇത് ഇവരുടെ തൃശ്ശൂരുള്ള ഹെഡ് ഓഫീസാണ്. തൃശ്ശൂർ ഹെഡ് ഓഫീസ് ഉള്ളപ്പോൾ ഈ തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ ഈ ബാങ്കിൻ്റെ സർവർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ട്. സർവർ ഇതെങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഈ സർവർ ക്ലയൻറ്റ് തമ്മിലുള്ള കണക്ഷനും ഇതെന്താണ് സർവർ എന്നും എന്താണ് ക്ലയൻറ്റ് എന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എൻ്റെ നാട്ടിൽ പേരാമ്പ്രയുള്ള ബ്രാഞ്ചിൽ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഞാൻ പേരാമ്പ്രയുള്ള ബ്രാഞ്ചിൽ പോയി. അപ്പോൾ എനിക്കൊരു അപ്ലിക്കേഷൻ തന്നു. ഞാൻ അപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ബാങ്കിൽ എവിടെ ഇരിക്കുന്ന ഒരു എംപ്ലോയി, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആ ഒരു ചേട്ടന് ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ആ ചേട്ടൻ എന്ത് ചെയ്തു? അയാളിരിക്കുന്ന സിസ്റ്റത്തിൽ ഞാൻ ഈ കൊടുത്ത അപ്ലിക്കേഷനൊക്കെ നോക്കി ടൈപ്പ് ചെയ്തു അല്ലേ. ടൈപ്പ് ചെയ്തതിന് ശേഷം എനിക്കൊരു അക്കൗണ്ട് നമ്പറൊക്കെ തന്നു. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റെ അക്കൗണ്ട് നമ്പർ 00124523487 ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ. അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പേരാമ്പ്രയുള്ള ബ്രാഞ്ചിൽ ഞാനൊരു അക്കൗണ്ട് തുറന്നു. ഞാൻ എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം പോയി. ഇത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം പാളയമാണ് സ്ഥലം. പാളയത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരം പാളയത്താണ് താമസിക്കുന്നത്. അവിടെ ജോലിയൊക്കെ കിട്ടി അവിടെയാണ് താമസിക്കുന്നത്.
അപ്പം എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓൾറെഡി പേരാമ്പ്ര ബ്രാഞ്ചിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ നേരെ പാളയം ബ്രാഞ്ചിലോട്ട് പോയിട്ട് എൻ്റെ ഈ അക്കൗണ്ട് നമ്പർ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അയാളുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയാൾക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ബ്രാഞ്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പേരാമ്പ്ര ബ്രാഞ്ചിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ പാളയത്ത് പോയപ്പോഴും എനിക്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ലേ. ഇതെങ്ങനെ പോസിബിൾ ആയിട്ടുണ്ടാവുക? ഇവിടെയാണ് സർവറും ക്ലയൻറ്റും ആ നെറ്റ്വർക്ക് വരുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഈ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ബ്രാഞ്ച് നമ്മുടെ തൃശ്ശൂരിലുള്ള ഹെഡ് ഓഫീസിലിരിക്കുന്ന സർവറുമായിട്ട് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇതൊക്കെ അടിച്ച് കയറ്റിയപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് മൊത്തം സ്റ്റോർ ആയത് എവിടെയാണ്? ഈ തൃശ്ശൂരുള്ള സർവറിലാണ് സ്റ്റോർ ആയത്. ക്ലിയർ ആയോ? തൃശ്ശൂരുള്ള സർവറിലാണ് സ്റ്റോർ ആയത്. ഞാൻ തിരുവനന്തപുരത്തെ SBI ഉണ്ടല്ലോ, തിരുവനന്തപുരത്തെ SBI കണക്റ്റഡ് ആണല്ലോ ഇതിലോട്ട്. SIB അല്ലേ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. തിരുവനന്തപുരത്തെ SIB കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ തിരുവനന്തപുരത്തെ പാളയത്തുള്ള SIB പോയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ അടിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടുന്നാണ് ലോഡായി വന്നത്? ഇവിടെ നിന്നാണ് ലോഡായി വന്നത് അല്ലേ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ കമ്പനികളിലെ ഡാറ്റകൾ മുഴുവൻ സ്റ്റോർ ആകുന്നത് എവിടെയാണ്? സർവർ സിസ്റ്റത്തിലാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സിസ്റ്റങ്ങളുണ്ടാകും, അവിടെ ഒരു സർവറും ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ബാങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ സർവർ അവിടെ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സർവർ കോഴിക്കോട് പേരാമ്പ്ര ബ്രാഞ്ചിലുണ്ടോ? ഇല്ല. തിരുവനന്തപുരം പാളയം ബ്രാഞ്ചിലുണ്ടോ? ഇല്ല. തൃശ്ശൂരാണ് അവരുടെ സർവർ ഇരിക്കുന്നത്. തൃശ്ശൂരാണ് അവരുടെ ഹെഡ് ഓഫീസ്, അതിൻ്റെ അകത്താണ് സർവർ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബാങ്കുകളുടെ സർവറുകൾ ഒരു സ്ഥലത്തുണ്ടാവും. നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ എവിടെ പോകും എല്ലാ കാര്യങ്ങളും എവിടെയാണ്? സർവറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 3:30 ശേഷം പൈസ ഇടാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് പൈസ ഇപ്പോൾ ഇടാൻ പറ്റൂല എന്ന്. അത് അവർ 3:30 ആയതുകൊണ്ട് അവർ നമുക്ക് തരാത്തതൊന്നുമല്ല. ഈ 3:30 ആയിക്കഴിഞ്ഞ് ഈ സർവർ അവിടുന്ന് ഡൗൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് നമ്പർ അടിച്ച് പൈസ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ സർവറിലോട്ട് അത് ലോഡാവില്ല. അതിൽ ബാങ്കിലെ ജോലിക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ആ ഒരു ടൈം 3:30 ശേഷം അതിലോട്ട് ഈ സർവറിലോട്ട് ഈ ഡാറ്റകളൊന്നും അടിച്ച് കയറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ചെയ്തു തരാൻ പറ്റാത്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യം നോക്കാം നമുക്കിനി. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരിപ്പോൾ ഉദാഹരണമായിട്ട് ഇതാണൊരു ഹോസ്പിറ്റൽ എന്ന് വിചാരിക്കുക. ശരിഞ്ഞും പോയി. ഇപ്പം ഇതാണൊരു ഹോസ്പിറ്റൽ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണൊരു ഹോസ്പിറ്റലിൻ്റെ പേര് KK ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ ഇതവിടെയാണ് റിസപ്ഷൻ എന്ന് വിചാരിക്കുക. ഇവിടെയാണ് ഡോക്ടറുടെ റൂം, ഇവിടെയാണ് ഫാർമസി, ഇവിടെയാണ് ക്യാഷ് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് റിസപ്ഷൻ, ഇത് ഡോക്ടർ റൂം, ഇത് ഫാർമസി, ഇത് ക്യാഷിൻ്റെ സ്ഥലം. ബാക്കിയുള്ളതൊക്കെ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയി, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയിരിക്കണം. അപ്പോൾ റിസപ്ഷനിൽ പോയപ്പോൾ അവിടെ ചീട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ എൻ്റെ പേര്, റിസപ്ഷനിലിരിക്കുന്ന ആളുടെ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കാർഡ് തന്നു. അപ്പോൾ എനിക്കൊരു കാർഡൊക്കെ കിട്ടി. ഞാൻ ആ കാർഡും കൊണ്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റത്തിലുണ്ടായിരുന്നു, ആ സിസ്റ്റത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അടിച്ചത് കേട്ടോ. റിസപ്ഷനിലുള്ള ആൾ ഡോക്ടറുടെ ഫ്രണ്ടിലുണ്ട് ഒരു കമ്പ്യൂട്ടർ ഇരിക്കണം. അപ്പോൾ എൻ്റെ കാർഡ് മേടിച്ചിട്ട് ഡോക്ടർ ആ കാർഡിലുള്ള നമ്പർ ഡോക്ടറുടെ സിസ്റ്റത്തിൽ അടിച്ചു.
അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഡോക്ടറുടെ സിസ്റ്റത്തിൽ ഞാൻ ആ റിസപ്ഷനിൽ പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാവരും അടിച്ചില്ല, ആ കാര്യങ്ങൾ മൊത്തം അവിടെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ എൻ്റെ രോഗമൊക്കെ പരിശോധിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ അവിടെ ഫീഡ് ചെയ്ത് തന്നു. ഫീഡ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ നേരെ ചീട്ടും കൊണ്ട് നേരെ ഫാർമസിയിൽ പോയി. ഫാർമസിയിൽ ഞാൻ എൻ്റെ കാർഡും ചീട്ടൊക്കെ കൊടുത്തു. അപ്പോൾ ഫാർമസിയിൽ നിന്ന് എനിക്ക് മരുന്നിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ നേരെ ക്യാഷിൽ പോയി പൈസ അടച്ചു. ഇവിടുത്തെ സിസ്റ്റത്തിൽ പൈസ അടച്ചു. ഇവിടെ എൻ്റെ മരുന്നിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരടിച്ച് കയറ്റി. സ്വാഭാവികമായിട്ടും ഞാൻ ക്യാഷ് അടച്ച് ഞാൻ വീട്ടിൽ പോയി. ഞാൻ പിന്നെ പോയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വീണ്ടും പോയി ഡോക്ടറെ, ഞാൻ ഓൾറെഡി ചീട്ട് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ നമ്പർ അടിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, ഡോക്ടർ എനിക്ക് ഇന്ന മരുന്ന് തന്നു, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കിയത് എന്നുള്ളതൊക്കെ ഡോക്ടറെ ചീട്ടൊക്കെ ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ആൾക്കാർ. പിന്നെ ഫാർമസി പോയപ്പോൾ അവിടെ ഇതിന് മുമ്പ് മരുന്ന് വാങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ക്യാഷ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുത്തെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ലോഡാവണേ? ഇത് ഇവിടെ ഹോസ്പിറ്റലിലൊരു സർവർ റൂം ഉണ്ടാവും, സർവർ റൂം. ഈ സർവർ റൂമിലോട്ട് ഈ സിസ്റ്റങ്ങളെല്ലാം എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഒരു സർവറിനെ വെച്ചിട്ടുണ്ടാവും. ഈ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും ഫീഡാവുന്നത് എവിടെയാണ്? സർവർ കമ്പ്യൂട്ടറിലാണ്. ഇപ്പോൾ സർവറിൽ നിന്ന് ഒരിക്കലും ഡാറ്റ പോവില്ല. ഈ സർവറിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന കോഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ള MCSAയും അതേപോലെ തന്നെ RHCSAയും അല്ലെങ്കിൽ RHCE. ലിനക്സിൻ്റെ സർവർ ആണെങ്കിൽ RHCE പഠിക്കാം, മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ആണെങ്കിൽ നിങ്ങൾക്ക് MCSA പഠിക്കാം. അത് സർവറിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സർവറും ക്ലയൻറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ ആര് വേണം? CCNA പഠിച്ചവർ വേണം. മറ്റേത് സർവറിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, CCNA പഠിച്ചവർ ഇത് കണക്ട് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ സർവർ പഠിച്ച ഒന്നോ രണ്ടോ ആൾക്കാരെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ CCNA പഠിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ടോ, ഇപ്പോൾ നേരത്തെ ഒരു ബാങ്കിൻ്റെ കാര്യം എടുത്തു അല്ലേ, ഇപ്പോൾ ബാങ്കിലുള്ളവർക്ക് എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ടോ അവിടെയൊക്കെ ആര് വേണം? ഈ CCNA പഠിച്ച ആൾക്കാർ ആവശ്യം ഉണ്ടാവും. കാരണം അവർ ഈ സർവറുമായിട്ടുള്ള കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, സർവറിൽ നിന്ന് കിട്ടുന്ന സർവീസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സർവറുമായിട്ടുള്ള കണക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടണ്ടേ, എന്നാലല്ലേ സർവറിൽ നിന്നുള്ള കണക്ഷൻ സർവീസുകളൊക്കെ ആർക്ക് കിട്ടുള്ളൂ? ക്ലയൻറ്റുകൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നോക്കുന്നത് ആരാ? ഈ CCNA എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചവരാണ്. അപ്പോൾ ഹോസ്പിറ്റലുകൾക്ക് സർവറുണ്ട്, അതേപോലെ തന്നെ സ്കൂളുകൾക്കുണ്ട്, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ബാങ്കുകൾക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും സർവർ ഉണ്ട്. അപ്പോൾ സർവർ എന്താണ്, ക്ലയൻറ്റ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിലിരിക്കുന്ന സിസ്റ്റങ്ങളൊക്കെ, നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിലിരിക്കുന്ന സിസ്റ്റങ്ങളൊക്കെ ഒരു കണക്കിന് നോക്കുമ്പോൾ അവരാരാണ്? ക്ലയൻറ്റുകളാണ്. സർവർ ഒരു സ്ഥലത്തും ക്ലയൻറ്റുകളുമാണ് അല്ലേ. അപ്പോൾ സർവർ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും നടക്കാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സർവർ ഞാൻ നേരത്തെ തൃശ്ശൂരാന്ന് പറഞ്ഞു. അവരുടെ സർവർ ഡൗൺ ആയിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആലോചിച്ച് നോക്കാം. അവരുടെ ബ്രാഞ്ചിലിരിക്കുന്ന ഒരു സിസ്റ്റങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ലോഗിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സർവർ ഡൗൺ ആണ്. സർവർ ഡൗൺ ആണ്. അപ്പോൾ സർവറും ഉണ്ടാകും, ക്ലയൻറ്റും ഉണ്ടാകും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. സർവർ എന്താണ്, ക്ലയൻറ്റ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതാണ് സർവറും ക്ലയൻറ്റും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സ്വിച്ചിനെ കുറിച്ചാണ്. ഈ സിലബസിലില്ലാത്ത കാര്യമാണ് MCSA RHCSA എന്നൊക്കെ. അത് ഞാൻ സിസ്കോയുടെ സിലബസിൽ അതൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്വിച്ചിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സർവർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവറും, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ സർവറിൽ നിന്ന് വരുന്ന സർവീസുകളൊക്കെ സ്വീകരിക്കുന്ന സിസ്റ്റം ക്ലയൻറ്റുമാണെന്ന് പറയും. അടുത്തത് നമുക്ക് സ്വിച്ച് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ ഒന്നിൽ കൂടുതൽ സിസ്റ്റം, ഇത് ഒരു ബ്രാഞ്ചാണെന്ന് വിചാരിക്കുക. ഇത് ഡൽഹിയിലുള്ള എൻ്റെ ഓഫീസാണ്, ഡൽഹി. പിന്നെ ഇതെൻ്റെ കൊച്ചിയിലുള്ള ഓഫീസാണ്, കൊച്ചി. അപ്പോൾ ഇത് ഡൽഹിയിലുള്ള സിസ്റ്റങ്ങളാണ്. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഇത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ എനിക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. കണക്ട് ചെയ്തിട്ടൊന്നുമില്ല, ഡൽഹിയിലെയും കൊച്ചിയിലെയും തമ്മിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഈ ഡൽഹിയിലെ സിസ്റ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം? സ്വിച്ച് മേടിക്കണം. ഡൽഹിയിലെ സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്യണ്ടേ? സ്വിച്ച് മേടിക്കണം. ഈ PCകളെല്ലാം എന്തിലോട്ട് കണക്ട് ചെയ്യണം? സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണം. കൊച്ചിയിൽ ഒരു സ്വിച്ച് മേടിക്കും. കൊച്ചിയിലെ സിസ്റ്റങ്ങൾ എങ്ങോട്ട് കണക്ട് ചെയ്യും?
കൊച്ചിയിലിരിക്കുന്ന സ്വിച്ച്, ഇത് കൊച്ചിയിലെ സ്വിച്ചാണ് കേട്ടോ, കൊച്ചിയിലെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ സ്വിച്ച് എന്താ, നമ്മളിതിന് മുമ്പ് സ്വിച്ചിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സ്വിച്ച് എന്താ, ഒരു നെറ്റ്വർക്കിലിരിക്കുന്ന ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, സ്വിച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഡൽഹിയിലും കൊച്ചിയിലും എന്ത് വെച്ചു, സ്വിച്ച് വെച്ചു. അപ്പോൾ സ്വിച്ച് എന്താണെന്ന് മനസ്സിലായല്ലോ, സ്വിച്ച് ഒരു ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സ്വിച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കിനി അടുത്തത് റൂട്ടർ എന്താണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ റൂട്ടർ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കൊച്ചിയിലെയും ഡൽഹിയിലെയും ബ്രാഞ്ചിൻ്റെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ സർവറൊന്നുമില്ല, ജസ്റ്റ് എല്ലാം സിസ്റ്റങ്ങളാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സർവറിനൊന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. സർവറിനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സർവർ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് സർവർ, അവിടെ ഡൽഹിയിലിരിക്കുന്നത്. കൊച്ചിയിൽ ബ്രാഞ്ച് ഉണ്ട്, പിന്നെ ഡൽഹിയിൽ തന്നെ അവിടെയുള്ള സിസ്റ്റങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും ഈ സ്വിച്ചിനെയും തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരെണ്ണം ഇരിക്കുന്നത് ഡൽഹിയിലാണ്, ഒരെണ്ണം ഇരിക്കുന്നത് കൊച്ചിയിലാണ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് നമുക്ക് അടുത്ത ഡിവൈസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. റൂട്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റൗട്ടർ എന്നും പറയും. ഞാൻ ചില സ്ഥലങ്ങളിൽ റൂട്ടർ എന്ന് വിളിക്കും, ചിലടത്ത് റൗട്ടർ എന്നൊക്കെ പറയും കേട്ടോ. രണ്ടും പറയലുണ്ട്, റൂട്ടറും റൗട്ടറും എന്നൊക്കെ പറയലുണ്ട്. എന്താ ചെയ്യുകയെന്നറിയോ, ഇപ്പോൾ ഇതിന് ശരിക്കും നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡൽഹിയിൽ നിന്ന് കേബിൾ വലിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ലോകത്ത് മൊത്തമുള്ള ഇൻ്റർനെറ്റ് അല്ലേ. ഡൽഹിയിലെ സ്വിച്ചിനെ എടുത്തിട്ട് ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യും, കൊച്ചിയിലെ സ്വിച്ചിനെ എടുത്തിട്ട് ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, തെറ്റാണ്. നമുക്കങ്ങനെ നേരിട്ട് സ്വിച്ചൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റിലോട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് രണ്ട് നെറ്റ്വർക്ക് ഇല്ലേ, ഇപ്പോൾ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് ഉദാഹരണമായിട്ട് ഇത് 10 എന്ന് പറയുന്ന നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം, ഇത് 20 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കാണ്, 192 ക്ലാസ് എയോ ബിയോ സി ഏതെങ്കിലും ആണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യേണ്ടി വരുമെന്നറിയോ, നമ്മുടെ ഡൽഹിയിലിരിക്കുന്ന സ്വിച്ചിനെ നമ്മൾ പുതിയൊരു ഡിവൈസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, റൂട്ടർ. റൂട്ടറിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്നറിയോ, ഒരു വട്ടം വരയ്ക്കുക, ഇത് വട്ടമാണെന്ന് വിചാരിക്കുക, 2 ആരോ മാർക്ക് ഉള്ളിലോട്ടും 2 ആരോ മാർക്ക് പുറത്തോട്ടും. ഇതാണ്, ഇതവിടെ ഇങ്ങനെ സൈഡിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. 2 ആരോ മാർക്ക് ഉള്ളിലേക്ക് ഇടുക, 2 ആരോ മാർക്ക് പുറത്തേക്ക് ഇടുക, ഇത് വട്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡൽഹിയിലെ എൻ്റെ സ്വിച്ചിനെ എങ്ങോട്ട് കണക്ട് ചെയ്തു, ഡൽഹിയിലിരിക്കുന്ന റൂട്ടറിലോട്ട് കണക്ട് ചെയ്തു. ആ റൂട്ടർ എന്നാണ് ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തത്. കൊച്ചിയിൽ എന്ത് ചെയ്തു, കൊച്ചിയിലെ സ്വിച്ചിനെയും റൂട്ടറിലോട്ട് കണക്ട് ചെയ്തു, അതും ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തു. അങ്ങനെ റൂട്ടർ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ റൂട്ടർ എന്തിനാന്ന് വെച്ചാൽ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്, റൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ദൂരെ ഇരിക്കുന്ന 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ നമ്മൾ റൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഈ റൂട്ടറും സ്വിച്ചും മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ് സിസ്കോ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഏതൊക്കെ മോഡലാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ റൂട്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിഫറൻറ്റ് ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നെറ്റ്വർക്കുകൾ തമ്മിൽ, ഡിവൈസ് അല്ല, ഡിഫറൻറ്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്, റൂട്ടറിൻ്റെ ആവശ്യമുണ്ട്. ഇനി അപ്പോൾ സ്വിച്ച് എന്താണ്, റൂട്ടർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. റൂട്ടറിൻ്റെ പല മോഡലുകളും സിസ്കോയുടെ റൂട്ടറിനെ കുറിച്ചൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം. ഞാൻ അപ്പോൾ നിങ്ങളെ നെറ്റ്വർക്ക് ഡിവൈസുകളെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ഡിവൈസിനെ കുറിച്ച് നോക്കാം. അടുത്തൊരു ഡിവൈസാണ് ഫയർവാൾ. അപ്പോൾ ഇത് മായ്ക്കൊന്നുമില്ല, ഇതിൽ തന്നെ നമുക്ക് ഫയർവാളിനെയും കൂടി ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫയർവാൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് വഴി റൂട്ടറിനെ എങ്ങനെ കണക്ട് ചെയ്തു എന്ന് നോക്കുക. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്. ഇതൊരു പബ്ലിക് നെറ്റ്വർക്കാണ്, എല്ലാവർക്കും ഉണ്ട് ഇൻ്റർനെറ്റ് അല്ലേ. ഇവിടെ ഒരു ഹാക്കർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതൊരു ഹാക്കറാണ്. അപ്പോൾ ഹാക്കറും ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആയി. അയാൾക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴി വന്നിട്ട് എൻ്റെ റൂട്ടർ വഴി കയറി സ്വിച്ചിൽ കയറി എൻ്റെ സെർവറിനെ ആക്സസ് ചെയ്താൽ എൻ്റെ കമ്പനിയിലെ ഡാറ്റകൾ മൊത്തം എടുത്തൂടെ. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടുത്തൊരു ഡിവൈസാണ് ഇത്, ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ ഇതും സിസ്കോയുടെ ഫയർവാളുകളാണ്. ഇതും സിസ്കോ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്,
ഇതും സിസ്കോ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. സ്വിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? സിസ്കോ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിച്ചും റൂട്ടറും ഫയർവാളും. ഫയർവാൾ എവിടെ പ്ലേസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒന്ന് മായ്ക്കണ്ടേ. ഈ പിക്ചർ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി ഫയർവാൾ എവിടെ വരുന്നതെന്ന് നോക്കിക്കോ. ഫയർവാള് ഇത് നമ്മുടെ ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ചൊക്കെ വെച്ചിട്ടുള്ള ലാൻ. ഇപ്പോൾ ഇവിടെയാണ് സ്വിച്ച് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സ്വിച്ച് റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആർന്നായിരുന്നുള്ളൂ, ഇങ്ങനെ അല്ല കേട്ടോ, വട്ടം വരച്ചിട്ട് ആരോ മാർക്ക് ഉള്ളിക്കിടണേ. ഇത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തില്ലേ. ഈ റൂട്ടറും ഇൻ്റർനെറ്റിൻ്റെ ഇടയിൽ ഇതവിടെ ഈ കേബിൾ കൊണ്ട് മായിച്ചിട്ട് ഈ റൂട്ടർ നേരെ ഫയർവാൾ എന്ന് പറയുന്നൊരു ഡിവൈസിലോട്ടാണ് കണക്ട് ചെയ്തതെന്ന് വിചാരിക്കും. ഫയർവാൾ നേരെ ഇൻ്റർനെറ്റിലോട്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ ആരാണ് ഫിൽറ്റർ ചെയ്യുക? ഫയർവാൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് റൂട്ടറിലോട്ട് കടത്തി വിടുക. ഫയർവാളിൽ നമ്മൾ കുറേ റൂളുകളൊക്കെ കോൺഫിഗർ ചെയ്ത് വെക്കും. റൂളുകൾ നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഫയർവാൾ ഇപ്പോൾ ശരിക്കും ഈ ഫയർവാൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ലാൻ സ്വിച്ച്. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാൻ. നമ്മുടെ ലാനിനെ റൂട്ടറിലോട്ട് കണക്ട് ചെയ്തു. പിന്നെ റൂട്ടറിൽ നിന്നാണ് ഫയർവാളിലോട്ട് കണക്ട് ചെയ്ത്, ഫയർവാളിൽ നിന്നാണ് ഇൻ്റർനെറ്റ്. ഇങ്ങനെ ഫയർവാൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട്സൈഡ് നെറ്റ്വർക്കാണ്, ഔട്ട്സൈഡ് ഫയർവാളാണ്. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പുറത്താണ് നമ്മൾ ഫയർവാൾ പ്ലേസ് ചെയ്തത്. ഇനി മറിച്ച് ഇതെവിടെ അടുത്ത ആ കമ്പനിയുടെ തന്നെ രണ്ടാമത്തെ എൻഡ് ലാൻ. അവിടെ നിന്ന് നേരെ സ്വിച്ച് ഉണ്ട്. ഇതാണ് സ്വിച്ച്. സ്വിച്ചിൽ നിന്ന് നേരെ ഫയർവാളിലോട്ട് കൊടുത്തു. ഫയർവാളിൽ നിന്ന് നേരെ റൂട്ടറിലോട്ട് കൊടുത്തു. റൂട്ടറാണ് ഇങ്ങനെ. അപ്പോൾ എൻ്റെ ഫയർവാൾ എവിടെ വന്നേ? റൂട്ടറിനും സ്വിച്ചിനും ഇടയിലാണ്. ഇവിടെയാണ് ഫയർവാൾ വന്നത് അല്ലേ. ഈ ഫയർവാൾ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് നമുക്ക് ഇൻസൈഡ് ഫയർവാൾ. ഇവിടെ ഔട്ട്സൈഡ് ഫയർവാളും ഇവിടെ ഇൻസൈഡും, രണ്ടിലും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് റൂൾ കോൺഫിഗർ ചെയ്യേണ്ടത്. നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന റൂളിനനുസരിച്ച് നമ്മുടെ നെറ്റ്വർക്കിലോട്ട് വരുന്ന പാക്കറ്റുകളൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന ജോലി ആരുടെയാണ്? ഫയർവാളിൻ്റെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ സർവർ എന്താണ്, ക്ലൈൻറ്റ് എന്താണ്, റൂട്ടർ എന്താണ്, സ്വിച്ച് എന്താണ്, ഫയർവാൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഇത്തരം 5 ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത പാർട്ട്, രണ്ടാമത്തെ പാർട്ടുമായിട്ട് കാണാം. അതിൽ നമുക്ക് സിസ്കോയുടെ റൂട്ടറിനെ കുറിച്ചും സ്വിച്ചിനെ കുറിച്ചും ഫയർവാളിനെ കുറിച്ചും വിശദമായിട്ട് നോക്കാം. മോഡലുകളെ കുറിച്ചൊക്കെ നോക്കാം. നിങ്ങൾ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പോലുള്ള CCNA അതേപോലെ തന്നെ സർവറിൻ്റെ കോഴ്സുകൾ, നിങ്ങൾക്ക് ലിനക്സിൻ്റെ സർവറും മൈക്രോസോഫ്റ്റിൻ്റെ സർവറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് എല്ലാ ക്ലാസ്സുകളും ഒരു ദിവസം എല്ലാം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ ദിവസം ഓരോന്നിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് 2-3 കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കാരണം CCNA, CCNP അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ലിനക്സിൻ്റെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നിങ്ങൾക്ക് CCNA ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.